Hello friends, welcome to my channel Needu's Tasty Food. ഇന്ന് ഗണേശ് ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ മോദകമാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിത് പ്രസ് ഉപയോഗിച്ചൊന്നുമല്ല, കൈകൊണ്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. മോദകം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതുപോലെ ഒരു കപ്പിൽ 2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ശർക്കര പാനിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ല ശർക്കര ഉണ്ടെങ്കിൽ അത് 1 കപ്പ് ചിരകിയത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ശർക്കര പാനിയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനായി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതപ്പോ ശർക്കര പാനിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതാണ്, ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കപ്പിലാണ് കേട്ടോ അരിപ്പൊടി എടുക്കാനായിട്ട് പോകുന്നത്. ആ ഒരു കപ്പിൽ തന്നെ നിറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇതപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഏത് കപ്പിലാണോ വെള്ളം എടുത്തത് അതേ കപ്പിൽ തന്നെ 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. ഇനി നമ്മുടെ അരിപ്പൊടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പൊ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ ചെറുതായി ഒരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ചൂടിനെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മാവ്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ ഇതാ നമ്മുടെ മാവ് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. മാവ് പരത്തിയെടുക്കാനായിട്ട് നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയൊരു ഭാഗം എടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കൈ വെച്ച് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ മോദകം ഉണ്ടാക്കുന്ന അച്ചുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ കൈ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. കൈ വെച്ച് ചെയ്യാനും വളരെ ഈസിയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയൊക്കെ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ആവി കയറ്റി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഇതുപോലെ ഹോളുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിന് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് ആവി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മോദകം വെച്ച് കൊടുക്കാം. ഇത് ആവിയിൽ വേവിച്ച റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഈ മോദകം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് ആവി കയറ്റി എടുക്കണം. അങ്ങനെ നമ്മുടെ തേനൂറും മോദകം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്ത് എളുപ്പമാണല്ലേ ഇത് റെഡിയാക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.